തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റത്തിൽ മന്ത്രി കെ മുരളീധരൻ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെ പ്രധാന ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കിയതിനെതിരെയും വിജിലൻസ് കേസിൽ ഉൾപ്പെട്ട ആളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചതിനെതിരെയും കോൺഗ്രസ് അനുകൂല സംഘടന ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രി കെ മുരളീധരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അതൃപ്തി അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഏതായാലും ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഏറെ നിർണായകമാണ് അല്ലേ? തീർച്ചയായും ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡിൻ്റെ യോഗം അത് നിർണായക യോഗമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ജീവനക്കാർക്ക് പ്രമോഷനും അതുപോലെ തന്നെ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടും ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് പ്രകാരം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ സ്ഥലത്ത് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചുമതലയേറ്റവർ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലമാറ്റം നൽകുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ നിയമവശങ്ങളൊക്കെയും പരിശോധിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് വിവരങ്ങൾ നൽകുന്നത്. അവർ പരാതി നൽകുകയായിരുന്നു. കാരണം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ അനുകൂല സംഘടനകളുടെ സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിൽ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിലേക്കും അതുപോലെ തന്നെ തസ്തികകളിലേക്കടക്കം നടത്തിയ നിയമനത്തിൽ 70ഓളം പേരുടെ നിയമനമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 5 പേരുടെ ഇന്റേണൽ നിയമനമാണ്. അവരെ സ്ഥാനങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുള്ള നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ഈ നിയമനങ്ങളിലൊക്കെയും ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടെന്നും ഇടതുപക്ഷ സംഘടന നൽകിയ ലിസ്റ്റുകളുടെ പ്രകാരമാണ് അല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെ ബലത്തിലാണ് ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുമാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിയമനങ്ങൾ നടത്തിയത് എന്നാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടുതൽ സീനിയറായിട്ടുള്ള ആളുകളെ നിയമിക്കുന്ന വശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ആ മാനദണ്ഡങ്ങളൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു നിയമനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ അടക്കം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് SIT ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ചോദ്യം ചെയ്ത ആളെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നു എന്നതാണ്. വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാന പരാതിയുള്ളത്. ഈ പരാതിയൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് പുനഃപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി കത്ത് നൽകുകയും ചെയ്തത്. മന്ത്രി കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര സംഘടനയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് സ്വന്തമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. ഒരു പക്ഷേ ഇപ്പോഴുള്ള മന്ത്രിസഭയെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ മന്ത്രിയെ പിണക്കിക്കൊണ്ട് എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇടതുപക്ഷത്തു നിന്നുള്ള മറ്റ് പ്രതിനിധികളാണ് ദേവസ്വം ബോർഡിൽ തന്നെ ഉള്ളത് എന്നതിനാൽ തന്നെ എന്ത് തീരുമാനമായിരിക്കും ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് എടുക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഈ നിലവിൽ ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെയും പല സ്ഥലങ്ങളിൽ അവർക്ക് നിയമനം ലഭിച്ച സ്ഥലങ്ങളിലെത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പെട്ടെന്ന് തന്നെയുള്ള ഒരു സ്ഥലമാറ്റത്തിനെതിരെ ഇവർ കോടതിയിൽ പോകാനുള്ളൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നിയമവശങ്ങളൊക്കെയും പരിശോധിച്ചു വരുന്നത്. എന്തുതന്നെയായാലും ഇന്ന് ചേരുന്ന യോഗം അത് നിർണായക യോഗം തന്നെയാണ്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ദേവസ്വം ബോർഡ് എടുക്കാൻ പോവുക എന്നതാണ് ഇനി അറിയാനുള്ളത്. മായ. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ദേവസ്വം ബോർഡിൽ നിന്ന് നിർണായക യോഗം നടക്കുകയാണ്. ദേവസ്വം ബോർഡിലെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് സ്ഥലം മാറ്റം നടന്നു എന്നാണ് അവിടെ നിന്നുള്ള സംഘടനകളൊക്കെ ആരോപിക്കുന്നത്. ഏതായാലും മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്ന യോഗമാണ്. യോഗത്തിൽ എന്താണ് തീരുമാനങ്ങളെന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാം.